بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ലോകത്തോടുള്ള വിടപറച്ചിൽ, അവിടുന്ന് വിയോഗം എന്നെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഫലമ്മാ കാനൽ യൗമുല്ലദീ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞ ആ ദിവസം വന്നണഞ്ഞപ്പോൾ, റഅൗ മിൻഹു ഖിഫത്തൻ, അവിടുന്ന് സഹാബത്ത് അവിടുന്ന് രോഗത്തിന് ചെറിയൊരു ആശ്വാസം കണ്ടു. ഈ അവ്വലിൻ നഹാരി, പകലിന്റെ ആരംഭത്തിൽ, പ്രഭാതത്തിൽ അവിടുന്ന് ഒരു ആശ്വാസമുള്ളതുപോലെ മനസ്സിലായി. അപ്പോൾ ഫതഫറക അൻഹു റിജാലു, അവിടുന്ന് തൊട്ട് ആണുങ്ങളെല്ലാം വിട്ടുപിരിഞ്ഞു. ഇലാ മനാസിലിയും, അവരവരുടെ വീടുകളിലേക്ക് പോയി. വഹവാഇജിയും, അവരവരുടെ ആവശ്യങ്ങളിലേക്ക് പോയി. മുസ്തബിശിരീന, സന്തുഷ്ടരായ നിലയിൽ. അള്ളാഹുവിന്റെ പ്രവാചകർക്ക് കുറവുണ്ട്. വഅഖിലൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൻ നിസാഇ, അവർ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭാര്യമാരോടൊപ്പം വിട്ടു. അങ്ങനെ ഞങ്ങളെല്ലാം സന്തുഷ്ടരാണ്. ഫബൈന നഹ്നു അലാ ദാലിക, ഞങ്ങൾ ആ അവസ്ഥയിലായിരിക്കെ, ലം നകുൻ അലാ മിസ്ലി ഹാലിന, ഞങ്ങളുടെ ഈ അവസ്ഥയുടെ മേൽ ഞങ്ങൾ ആയിട്ടേ ഇല്ല. ഫിർ റജാഇ വൽ ഫറഹി, പ്രതീക്ഷയിലും സന്തോഷത്തിലും. ഖബല ദാലിക, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രതീക്ഷയും സന്തോഷവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത്രയും സന്തോഷമുണ്ടായി ആ സമയത്ത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരളി, ഉഖ്റുജ്ന അന്നി, നിങ്ങൾ എല്ലാവരും എന്നെ തൊട്ട് പുറത്തു പോകും, നിങ്ങൾ വെളിയിൽ പോകും. അതാ മലക്കുൻ യസ്തഅ്ദിനു ലി, ഒരു മലക്കനോട് അനുവാദം ചോദിക്കുന്നു വരാൻ. യസ്തഅ്ദിനു അലയ്യ. ഫഖറജ മൻ ഫിൽ ബൈത്തി, വീട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം, ഭാര്യമാരെല്ലാം വെളിയിൽ പോയി, ഗൈരി, ഞാൻ ഒഴികെ. എന്തുകൊണ്ട് ഞാൻ പോയില്ല? വറഅസുഹു ഫി ഹിജ്രി, എൻ്റെ ശിരസ് അവിടുന്ന് ശിരസ് എൻ്റെ മടിത്തട്ടിലാണ്, അതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് പോകാൻ കഴിഞ്ഞില്ല. ഫജലസ, അവിടുന്ന് എഴുന്നേറ്റിരുന്നു. വതനഹൈതു ഫി ജാനിബിൽ ബൈത്തി, വീടിന്റെ വേറൊരു ഭാഗത്തേക്ക് ഞാൻ മാറി നിന്നു. അപ്പൊ ഫനാജൽ മലക്ക തവീലൻ, മലക്കുമായി അവിടുന്ന് നീണ്ട നിലയിൽ മുനാജാത്ത് നടത്തി, സംഭാഷണം നടത്തി. പിന്നീട് ഇന്നഹു ദആനി, അവിടുന്ന് എന്നെ വിളിച്ചു. അങ്ങനെ ഫഅആദ റഅസഹു, അവിടുന്ന് ശിരസിനെ അവിടുന്ന് ഫി ഹിജ്രി, എൻ്റെ മടിയിൽ തന്നെ വെച്ചു. ഫഖാല ലിൻ നിസ്വതി, സ്ത്രീകളോട് പറഞ്ഞു, ഉദ്ഖുൽന, നിങ്ങൾ എല്ലാവരും കയറ്. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, മാ ഹാദാ ബിഹിസ്സി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീലിന്റെ ശബ്ദത്തിലുള്ള എന്താണത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അരുളി, അജൽ യാ ആയിഷ, അതെ, ഹാദാ മലക്കുൽ മൗത്ത്, അത് മലക്കുൽ മൗത്താണ്. ജാഅനി, അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല അർസലനി, യജമാനനായ അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നു. വഅമറനി, എന്നോട് അവൻ കൽപ്പിച്ചു, അല്ലാ അദ്ഖുല അലൈക ഇല്ലാ ബിഇദ്നിൻ, അങ്ങയുടെ അടുക്കൽ അനുവാദത്തോടു കൂടി അല്ലാണ്ട് പ്രവേശിക്കരുത് എന്ന് കൽപ്പിച്ചു. ഫഇല്ലം തഅദൻ ലി, താങ്കൾ എനിക്ക് അനുമതി നൽകിയില്ലെങ്കിൽ അർജിഉ, ഞാൻ മടങ്ങിപ്പോകും. മരിക്കുന്ന കാര്യമാണ്, വെറുതെ വന്നതല്ല, മരണത്തിന്റെ ആവശ്യമായിട്ട് വന്നതാണ്. അങ്ങനെ വന്നുള്ള കാര്യമായി പറയുന്നു. അങ്ങ് അനുമതി നൽകിയില്ലെങ്കിൽ ഞാൻ മടങ്ങിപ്പോകും. താങ്കൾ എനിക്ക് അനുമതി നൽകിയാൽ ദഖൽതു, ഞാൻ ഉള്ളിൽ കയറും. വഅമറനി, എൻ്റെ രക്ഷിതാവ് എന്നോട് കൽപ്പിച്ചു, അല്ല അഖ്ബിദക, താങ്കളുടെ റൂഹ് ഞാൻ പിടിക്കാൻ പാടില്ല. ഹത്താ തഅമുറനി, താങ്കൾ എന്നോട് കൽപ്പിക്കുന്നത് വരെ. ഫമാദാ അംറുക, അപ്പൊ താങ്കളുടെ കാര്യം എന്താണ്, പറഞ്ഞാലും. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഉക്ഫുഫ് അന്നി, എന്നെ തൊട്ട് താങ്കൾ അല്പം അകന്നു നിൽക്കുക. ഹത്താ യഅതിയനി ജിബ്രീലു, അല്ലെങ്കിൽ ജിബ്രീൽ വരുന്നത് വരെ അല്പം ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഫഹാദിഹി സാഅത്തു ജിബ്രീല, ജിബ്രീൽ വരേണ്ട സമയമാണ്. ഫഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു തആല അൻഹാ, അപ്പൊ ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയാണ്, ഇത് കേട്ടപ്പോ, ഫസ്തഖ്ബൽന ബി അംരിൻ, ഞങ്ങൾക്ക് ഫസ്തഖ്ബൽന ബി അംരിൻ, ഒരു കാര്യത്തെ ഞങ്ങൾ മുന്നിട്ടു. ലം യകുൻ ലഹു, ആ കാര്യത്തിനില്ല, ഇന്ധന, ഞങ്ങളുടെ അടുക്കൽ ജവാബിന് ഒരു മറുപടിയില്ല. ആ അവസ്ഥയിലായിപ്പോയി. വലാ റഅയ്യുൻ, ഒരു അഭിപ്രായം പറയാനില്ല. അങ്ങനെ ഫവജംന,
ഞങ്ങളെല്ലാം തല താഴ്ത്തി ഇരുന്നു പോയി. വകഅന്നമ ളുരിബിന, ഞങ്ങളെ അടിക്കപ്പെട്ടതുപോലെ ബിസാഹത്ത്, വലിയ അട്ടഹാസം കൊണ്ട്. മാ നുഹീറു ഇലൈഹി ഷൈഅൻ, അവിടുന്നിലേക്ക് ഞങ്ങൾക്ക് ഒരു മറുപടിയും മടക്കി പറയാനില്ല, ഒന്നും അങ്ങോട്ട് പറയാൻ കഴിഞ്ഞില്ല. വമാ യതകല്ലമു അഹദും മിൻ അഹ്ലിൽ ബൈത്തി, അഹ്ലു ബൈത്തിൽപ്പെട്ട ആരും സംസാരിക്കുന്നില്ല. യഅലാമൻ ലിദാലിക്കൽ അംർ, ഈ കാര്യത്തിന്റെ അതിന്റെ ഭയാനകത ഓർത്തിട്ട്, വഹൈബത്തൻ, അതിന്റെ ഭീകരത ഓർത്തിട്ടും, വഹൈബത്തൻ ഞങ്ങളുടെ ഭീകരത, മലഅത്ത് അജ്വാഫന, ഞങ്ങളുടെ ഉള്ളിൽ അത് നിറഞ്ഞു. നേരത്തെ കണ്ട സന്തോഷമെല്ലാം ഭീതിയിലേക്ക് മാറി. കാലത്ത് ആയിഷാബി പറയാൻ, വജാ ജിബ്രീലു, ജിബ്രീൽ അലൈഹി സ്വലാം വന്നു, ഫീ സാഅത്തിഹി, അദ്ദേഹത്തിന്റെ ആ സമയത്ത്, ഫസല്ലമ, അവിടുന്ന് അദ്ദേഹം സലാം പറഞ്ഞു. അങ്ങനെ ഫഅറഫ്തു ഹിസ്സഹു, അദ്ദേഹത്തിന്റെ ആ ശബ്ദത്തിന് ഞാൻ തിരിച്ചറിഞ്ഞു. വഖറജ അഹ്ലുൽ ബൈത്തി, വീട്ടിലുള്ളവരെല്ലാം വെളിയിൽ പോയി. ഫദഖല, അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം പ്രവേശിച്ചു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യഖ്റഉ അലൈക അസ്സലാം, യജമാനനായ അല്ലാഹു താങ്കൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു. വയഖൂലു, അവൻ പറയുന്നു, കൈഫ തജിദുക, താങ്കളെ എങ്ങനെ എത്തിക്കുന്നു, എന്തുണ്ട് വിശേഷം? അവൻ അഅലമു ബില്ലദീ തജിദു മിൻക, താങ്കൾക്ക് ഇപ്പൊ എന്താ വിശേഷമെന്ന് താങ്കളെക്കാൾ കൂടുതൽ അവനറിയാം. പക്ഷെ ചോദിക്കുന്നു, വലാകിൻ അറാദ അൻ യസീദക കറാമത്തൻ വശറഫൻ, അങ്ങേക്ക് കറാമത്തും ഷറഫും എല്ലാം വർദ്ധിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണ് വിശേഷം തിരക്കിയത്. യുത്തിമ്മ കറാമത്തക്ക, അങ്ങയോടുള്ള ആ ആദരവിനെ വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. വശറഫക്ക, അങ്ങയുടെ ശ്രേഷ്ഠതയെ, അലൽ ഖൽക്കി, സൃഷ്ടികളെക്കാളുള്ള ശ്രേഷ്ഠതയും വർദ്ധിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. അൻ തകൂന, ഇത് ആകാനും, സുന്നത്തുൻ ഫി ഉമ്മത്തിക, അങ്ങയുടെ ഉമ്മത്തിയിൽ ഒരു ചര്യയാകാനും, അങ്ങയുടെ ഉമ്മത്തികൾക്കാണ് ആ ഉന്നതമായ ശ്രേഷ്ഠതയെല്ലാം കിട്ടുന്നത് അങ്ങ് കാരണമായി. ഫകാല, അപ്പൊ അവിടുന്ന് അരുളി, അജിദുനി വജഅൻ, എന്നിൽ ഞാൻ എത്തിച്ചു, വജഅൻ, വേദനയെ. ഫകാല, അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, അബിശ്ർ, താങ്കൾ സന്തോഷിക്ക്. ഫഇന്നല്ലാഹ തആല അറാദ, അള്ളാഹു ഉദ്ദേശിക്കുന്നു, അൻ യബ്ലുഗക, അൻ യുബല്ലിഗക, താങ്കളെ അള്ളാഹു തആല എത്തിക്കാൻ, മാ അഅദ്ദലക, താങ്കൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയ ഒന്നിലേക്ക്. ഫകാല, അപ്പൊ അദ്ദേഹം നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, യാ ജിബ്രീൽ, ഇന്ന മലക്കൽ മൗത്തി ഇസ്തഅദന അലയ്യ, എൻ്റെ അനുവാദം ചോദിച്ചിരിക്കുകയാണ് മലക്കുൽ മൗത്ത്. വഅഖ്ബറഹുൽ ഖബറ, കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരിക്കുകയാണ്. ഫഖാല ജിബ്രീലു, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന റബ്ബക, നിശ്ചയം താങ്കളുടെ രക്ഷിതാവ്, ഇലൈക, താങ്കളിലേക്ക് മുസ്താഖുൻ, വല്ലാത്ത ആസക്തിയുള്ളവനാണ്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുവാൻ. അലം യുഅലിംക അല്ലദീ യുരീദു ബിക, താങ്കളോട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന കാര്യം താങ്കൾക്ക് അല്ലാഹ് അറിയിച്ചു തന്നില്ലേ? ലാ, കാര്യം അങ്ങനെയൊന്നും അല്ല. വല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, മസ്തഅദന മലക്കുൽ മൗത്തി അലാ അഹദിൻ ഖത്തു, റൂഹിനെ പിടിക്കാൻ പോകുന്ന സമയത്ത് ആ രൂപത്തിൽ മലക്കുൽ മൗത്ത് ആരോടും അനുവാദം ചോദിച്ചിട്ടില്ല. വലാ യസ്തഅദുന അലൈഹി അബദ, ഇനി ആരോടും ചോദിക്കാനും പോകുന്നില്ല. ഇല്ല അന്ന റബ്ബക മുത്തിമ്മുൻ ഷറഫക, എന്നാലും താങ്കളുടെ രക്ഷിതാവ് അവൻ താങ്കൾക്കുള്ള ഷറഫിനെ പൂർത്തിയാക്കി തരുന്നവനാണ്. വഹുവ, അവൻ ഇലൈക മുസ്താഖുൻ, അങ്ങയിലേക്ക് മുസ്താഖാണ്. കാല, അപ്പോ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഫലാ തബ്റഹ്, ജിബ്രീലെ, താങ്കൾ വിട്ടുപോകരുത്, ഇദൻ ഹത്താ യജിയ, മലക്കുൽ മൗത്ത് വരുന്നവരെ താങ്കൾ എൻ്റെ അടുക്കൽ നിന്ന് വിട്ടുപോകരുത്. അങ്ങനെ വഅദിന ലിന്നിസായി, സ്ത്രീകൾക്ക് അവിടുന്ന് അനുമതി നൽകി. ഫകാല, അവിടുന്ന് പറഞ്ഞു, യാ ഫാത്തിമ ഉദുനി, ഫാത്തിമ അടുത്തുവ. ഫഅകബ്ബത് അലൈഹി, മഹദിയായ ഫാത്തിമ ബിബി മുട്ടുകുത്തി അവിടുന്ന് അടുക്കൽ ഇരുന്നു. ഫനാജാഹ, അവിടുന്ന് ഫാത്തിമ ബിബിയോട് രഹസ്യമായി എന്തോ സംസാരിച്ചു. ഫറഫഅത് റഅസഹ, അപ്പോൾ അവരുടെ ശിരസുയർത്തി. വഅൈനഹ തദ്മഉ, രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുകയാണ്. വമാ തുതീഖുൽ കലാമ, സംസാരിക്കാൻ കഴിയുന്നില്ല. സുമ്മക്കാല, വീണ്ടും അവിടുന്ന് അരുളി, ഉദുനി മിന്നി റഅസക, തല എന്റെ അടുക്കിലേക്ക് നീ പിന്നെ അടുപ്പിക്ക് ഫാത്തിമ. അങ്ങനെ ഫഅകബ്ബത് അലൈഹി, അവിടുന്ന് നിന്റെ അടുക്കിലേക്ക് അവർ മുട്ടുകുത്തിയിരുന്നു. ഫനാജാഹ, വീണ്ടും അവിടുന്ന് മുനാജാത്ത് നടത്തി. അപ്പൊ ഫറഫഅത് റഅസഹ, അവരുടെ ശിരസിനെ അവർ ഉയർത്തി. വഹിയ തദ്ഹഖു, അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വമാ തുതീഖുൽ കലാമ, സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഫകാനല്ലദീ റഅയ്നാ മിൻഹാ അജബൻ, അപ്പൊ അവരിൽ നോക്കി കണ്ട കാര്യം, ആദ്യം കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്ത് വലിയൊരു അത്ഭുതമായിട്ട് മനസ്സിൽ തോന്നി. ഫസഅൽതുഹ ബഅദ ദാലിക, പിന്നീട് ഞാൻ ഫാത്തിമയുടെ വിഷയത്തെ പറ്റി ചോദിച്ചു. ഫഖാലത്ത്, അപ്പൊ അവർ പറഞ്ഞു, അഖ്ബറനി, എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു,
വക്കാല അവിടുന്ന് അരളി ഇന്നി മയ്യത്തുല്ലയോ അല്ലയോ ഇന്ന ദിവസം ഞാൻ മരിക്കും. അപ്പൊ ബക്കയിത്തു ഞാൻ കരഞ്ഞു. സുമ്മക്കാല പിന്നീട് അവിടുന്ന് അരളി ഇന്നി ദഅവതുല്ലാഹ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു അൻ യുൽഹിഖക ബി താങ്കളെ നിന്നെ മോളെ നിന്നെ എൻ്റെ അടുക്കലേക്ക് ചേർക്കാൻ ഫി അവ്വലി അഹ്ലി എൻ്റെ കുടുംബത്തിൽ ആദ്യമായി വഅൻ യജഅലക മഅി നിന്നെ എന്നോടൊപ്പം ചേർക്കാനും ആദ്യമായിട്ട് എന്നിലേക്ക് ചേർന്ന് നീ ആയിരിക്കും. ഇത് കേട്ടപ്പോൾ ഫളഹഖ്തു ഞാൻ ചിരിച്ചതാണ്. വഅദിനത്ത് ഇബ്നൈഹ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രണ്ട് മക്കളെ കൊണ്ടുവന്ന് അവിടുന്ന് അടുക്കിലേക്ക് അടുപ്പിച്ച് നിർത്തി. മിൻഹു നബി തങ്ങളുടെ അടുക്കിലേക്ക് ഫശമ്മഹുമ രണ്ട് മക്കളെയും അവിടുന്ന് ചുംബിച്ചു. മഹാനായ ഹസൻ, മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. കാലത്ത് ആയിഷ ബീവി പറയാണ് വജാഅ മലക്കുൽ മൗത്തി മലക്കുൽ മൗത്ത് വന്നു. വസ്തഅദന അവിടുന്ന് അനുമതി ചോദിച്ചു അദ്ദേഹം. ഫഅദിന ലഹു മലക്കുൽ മൗത്തിന് അവിടുന്ന് അനുമതി നൽകി. ഫഖാലൽ മലക്ക് പറഞ്ഞു മാ തഅമുറുനാ യാ മുഹമ്മദ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് കൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? കാല അവിടുന്ന് അരളി അൽഹിഖ്നി ബി റബ്ബി അല്ലാൻ ഇപ്പൊ എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് എന്നെ ചേർക്ക്. ഫഖാല അവിടുന്ന് അദ്ദേഹം പറഞ്ഞു ബല അതെ മിൻ യൗമിക ഹാദാ ഇത് ഈ ദിവസം മുതൽ ബല മിൻ യൗമിക ഹാദാ താങ്കളുടെ ഈ ദിവസം മുതൽ താങ്കൾ അള്ളാഹുലേക്ക് പോവുകയാണ്. അമാ ഇന്ന റബ്ബക ഇലൈക മുഷ്താഖുൻ താങ്കളുടെ രക്ഷിതാവ് താങ്കളിലേക്ക് മുഷ്താഖാണ്. വലം യതറദ്ദദ് അൻ അഹദിൻ തറദ്ദുദഹു അൻക അവിടെ റൂഹ് പിടിക്കാൻ വേണ്ടി ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകാൻ അല്ലാഹു തആല താങ്കളുടെ വിഷയത്തിൽ തറദ്ദുദ് കാണിച്ച പോലെ വേറെ ആരുടെ വിഷയത്തിലും കാണിച്ചിട്ടില്ല. വലം യൻഹനി എന്നെ നിരോധിച്ചില്ല അനി ദുഖൂൽ അലാ അഹദിൻ ഇല്ലാ ബിഇദ്ൻ അനുമതിയോട് കൂടി അല്ലാണ്ട് പ്രവേശിക്കരുതെന്ന് നിരോധിച്ചില്ല ഗൈറക അങ്ങേടുക്കലല്ലാതെ. വലാകിൻ സാഅത്തുക താങ്കളുടെ ടൈം അമാമക താങ്കളുടെ മുമ്പിലാണ്, ഇനി ടൈമുണ്ട് എന്നർത്ഥം അല്പ കൂടെ. വഖറജ അവര് അദ്ദേഹം പുറത്തു പോയി. കാലത്ത് ആയിഷ ബി പറയാണ് വജാ ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഫഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാദാ ആഖിറു മാ ഉൻസിലു ഫീഹി ഇലൽ അർളി ഞാൻ അൻസിലു ഫീഹി ഇലൽ അർളി ഭൂമിയിലേക്ക് ഞാൻ അവസാനമായി ഇറങ്ങുന്ന ദിവസമാണ് ഇന്ന്. അബദ തൂബ തുവിയൽ വഹി ചുരുട്ടപ്പെട്ടു. തുവിയത്തി ദുന്യാവിനും ചുരുട്ടപ്പെട്ടു. വമാകാന ലീ ഫിൽ അർളി ഹാജത്തുൻ എനിക്കില്ല ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല ഹാജത്തിന് ഒരാവശ്യവും ഗൈറക താങ്കളല്ലാതെ താങ്കളോടുള്ള വരാൻ വേണ്ടിയുള്ള ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒമാലി എനിക്കില്ല ഫിയ ദുന്യാവിൽ ഹാജത്തുൻ ഇല്ല ഹുദൂറുക താങ്കളെ അടുക്കൽ വരിക എന്നുള്ളതല്ലാണ്ട് വേറൊരു പരിപാടി എനിക്കുണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് അവിടെ നിർത്തുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് എടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖൽബിന്റെ ഉള്ളുകൊണ്ട് സ്നേഹിക്കാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ നിന്റെ വഫാത്ത് നമുക്ക് ഗുണപാഠമായി മരണപ്പെടുന്നതിന് മുമ്പ് തയ്യാറായി അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.